കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വീണ്ടും ഞായറാഴ്ച ചികിത്സ ആരംഭിച്ചു. ചോക്കാട് 40 സെന്റ് ഉന്നതിയിലെ ഊരുമൂപ്പനും വാർഡ് മെമ്പറും നൽകിയ പരാതിയിലാണ് നടപടി. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് 40 സെന്റിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇതിനെ ഞായറാഴ്ച ഒപിയും ഉണ്ടായിരുന്നു. സായാഹ്ന ഒപിയും ഞായറാഴ്ചയും കൂടി ചികിത്സ പുനരാരംഭിച്ചതോടെ ചോക്കാട് 40 സെന്റ് ഉന്നതി നിവാസികൾക്കും ചോക്കാടുകാർക്കും വലിയ ആശ്വാസമായി. ഊരുമൂപ്പൻ എൻ കുഞ്ഞിക്കുട്ടനെ വാർഡ് മെമ്പറായിരുന്ന കെ ഷാഹിന ബാനു നേരിട്ട് കളക്ടർക്കും ഡിഎംഒക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡോക്ടർ അസീസിനെ ആശുപത്രിയിലേക്ക് തിരികെ നിയമിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. 40 സെന്റ് FSCയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് ഞായറാഴ്ച OP ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരാതി ഞങ്ങൾ പോയി കൊടുത്തിട്ടുള്ളത്. ഞായറാഴ്ച OP തുടങ്ങണമെന്നും അതുപോലെ ചോക്കാട് FSCയിൽ നിയമിച്ച ഡോക്ടർ അസീസ് സാറെ കാളികാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ആ ഡോക്ടറെ തിരിച്ച് ചോക്കാട് FSCയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു പരാതി കൊടുത്തത്. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട DMO നേരിട്ട് ഞങ്ങൾ സംസാരിച്ചു, അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും ഇവിടേക്ക് ഡോക്ടറെ നിയമിക്കുകയും അതോടൊപ്പം ഞായറാഴ്ച OP വേണം എന്നുള്ളത് ഞങ്ങളെ ആവശ്യം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിലേക്ക് പിറ്റത്തെ മാസം നവംബർ 22-ാം തീയതി അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ലെറ്റർ അയക്കുകയും അതിൻ്റെ തെളിവ് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് DMO പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് 14/12/2025 ഡിസംബർ മാസം ഞായറാഴ്ച മുതൽ ഞായറാഴ്ച OP തുടങ്ങാൻ വേണ്ടിയുള്ള തീരുമാനം നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഇവിടെ OP ഡിസംബർ 14 ഞായറാഴ്ച മുതൽ ആശുപത്രിയിൽ ഞായറാഴ്ച OP ആരംഭിക്കുകയാണ്. നേരത്തെ ഞായറാഴ്ച പരിശോധന ഉണ്ടായിരുന്നുവെങ്കിലും ചികിത്സ നിന്നു പോയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.